നമസ്കാരം. ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറയുന്നത് പോലെ DA/DR കുടിശ്ശികയും അഷ്വേർഡ് പെൻഷൻ പദ്ധതിയും പാതി വഴിയിൽ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി പ്രഖ്യാപിച്ച കുടിശ്ശിക DA അല്ലെങ്കിൽ DR, NPSന് പകരമായിട്ടുള്ള അഷ്വേർഡ് പെൻഷൻ പദ്ധതിയും പാതി വഴിയിൽ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും 2021 മുതലുള്ള കുടിശ്ശിക 2026-27 മുതൽ 8 ഗഡുക്കളായി വിതരണം ചെയ്യുമെന്ന് സർക്കാരിൻ്റെ ഉത്തരവ് ഈ കൂട്ടരിൽ ഏറെ ആവേശമുണർത്തി. എന്നാൽ ഇതിൻ്റെ അളവ് എത്രമാത്രമെന്ന് ഉത്തരവിൽ പറയുന്നില്ല. ഇത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനം തുടർന്നിറക്കുമെന്ന് ഉത്തരവിൽ പറഞ്ഞത് പാഴുവാക്കായി. സമയക്കുറവുകൊണ്ടാകാം ഇങ്ങനെ സംഭവിച്ചത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന പഴമൊഴി ജീവനക്കാരുടെ ഇടയിലും പെൻഷൻകാർക്കിടയിലും ഇപ്പോൾ പാട്ടായി. തരാൻ മനസ്സുണ്ട്, പക്ഷേ സാധിച്ചില്ല എന്ന സർക്കാരിൻ്റെ നയം ഏറെ അനർത്ഥമായി. 8 ഗഡുക്കളെന്ന് കേട്ടപ്പോൾ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ സന്തോഷിച്ചു. പക്ഷേ അതൊരു 8ൻ്റെ പണിയായിരുന്നു. കുടിശ്ശിക എന്ന വാക്ക് നിലവിലുള്ള സർക്കാർ അവസാന നിമിഷം മറന്നില്ലല്ലോ എന്നും ആശ്വസിക്കാം. കുടിശ്ശിക DA അല്ലെങ്കിൽ DRനെ സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഇറങ്ങിയതിനാൽ ഏത് സർക്കാർ വന്നാലും കുടിശ്ശികയെ സംബന്ധിച്ച് ഭാവിയിൽ അർത്ഥവും വ്യാപ്തിയും കൽപ്പിക്കും. 2026 ഏപ്രിൽ 1 മുതൽ NPS പെൻഷൻ പദ്ധതിക്ക് പകരക്കാരനായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. NPSകാരുടെ ഏറെ നാളത്തെ പ്രാർത്ഥന പ്രകടന പത്രികയിലെ പൂർത്തീകരണം, പുതിയ പദ്ധതിയുടെ വിഹിതം, ഫണ്ട് വിനിയോഗം, പദ്ധതിയുടെ പ്രയോജനം, പെൻഷൻ ആനുകൂല്യങ്ങൾ എന്നിവയെ സംബന്ധിച്ച് വിശദമായ ഉത്തരവിറക്കാമെന്നായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. പക്ഷേ സമയം കിട്ടിയില്ല. NPSനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടാകട്ടെ കാണാമറയത്ത്. 2026 ഏപ്രിൽ മുതൽ NPS ആണോ അഷ്വേർഡ് പെൻഷൻ പദ്ധതിയാണോ എന്ന് ആർക്കറിയാം. പെൻഷൻ ജീവനക്കാരുടെ അവകാശമാണ് എന്ന തിരിച്ചറിവ് ഭരണത്തിലുള്ള സർക്കാരിൻ്റെ നിലപാടായിരിക്കണം. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. ഇതിൽ രാഷ്ട്രീയം കാണരുത്. കൊടിയുടെ നിറം നോക്കാതെ, രാഷ്ട്രീയ പാർട്ടികളുടെ സംഘടനകളാകാതെ, ജീവനക്കാരുടെ മനസ്സറിയുന്ന, ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന, ജീവനക്കാരൻ്റെ ഒപ്പം നിൽക്കുന്ന സംഘടനകൾ ഇന്നിൻ്റെ ആവശ്യം. ജീവിതത്തിൽ നല്ലൊരു ഭാഗം നാടിനായി വിനിയോഗിച്ചവർക്ക് വാർദ്ധക്യത്തിൽ അർഹമായ സുരക്ഷിതത്വം നൽകാൻ എല്ലാ സർക്കാരും ബാധ്യസ്ഥരാണ്. വിപണിയുടെ ലാഭനഷ്ടങ്ങൾക്ക് വിട്ട് കൊടുക്കേണ്ടതല്ല ഒരു ജീവനക്കാരൻ്റെ വാർദ്ധക്യം. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിൽ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. കുടിശ്ശിക തന്നില്ലെങ്കിൽ എന്താ, വളരെ ദീർഘവീക്ഷണത്തോടെയാണ് സർക്കാർ ഉത്തരവുകൾ ഇറക്കുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തെ അവധി സറണ്ടർ തുക PFൽ ലയിപ്പിക്കുമെന്നുള്ള പുതിയ ഉത്തരവും ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ 10 വർഷത്തെ നയങ്ങളിലൊന്ന്. 2023 മുതൽ വിരമിച്ച ജീവനക്കാർക്ക് 11ാം ശമ്പള കമ്മീഷൻ്റെ കുടിശ്ശിക ഇനിയും 2 ഗഡുക്കൾ ലഭിക്കാനുണ്ട്. സർവീസിലുള്ളവർക്കും ലഭിക്കാനുണ്ട്. 2026 ഏപ്രിൽ 1 മുതൽ എന്ന് ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ബാക്കി പത്രം ലഭ്യമല്ല. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ വാങ്ങിച്ചെടുക്കാം. എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി റെഗുലറൈസേഷൻ സമയപരിധി 2026 മാർച്ച് 4 ആയിരുന്നു. ഇത് 2027 മാർച്ച് 4 വരെ എത്തിച്ചേർന്നാലും വിസ്മയിക്കേണ്ട. അവസാന നാളുകളിൽ സർക്കാരിൻ്റെ ഉത്തരവുകളുടെ പെരുമഴ. എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. താങ്ക് യു.